നാദാപുരത്ത് വ്യാപാരം ചെയ്യുകയായിരുന്ന ഒരു തമിഴന്റെ കട വ്യാപാരികളും കുറച്ച് പ്രമുഖരായ ആളുകളും ചേർന്ന് പൂട്ടി. ശരിക്കും ലൈസൻസ് ഇഷ്യൂ മറ്റു പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ കട പൂട്ടിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ കാരണം അദ്ദേഹം വില കുറച്ച് സാധനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. 180 രൂപയ്ക്ക് ഓഫറിലായിരുന്നു അദ്ദേഹം സാധനങ്ങൾ നൽകിയിരുന്നത്. മറ്റു കടയിൽ 300 250 ലഭിക്കുന്ന സാധനങ്ങൾ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ലഭിച്ചിരുന്നത് 180 രൂപയ്ക്കായിരുന്നു. ശരിക്കും അങ്ങനെ ഓഫർ പ്രൈസിലായിരുന്നു ഇദ്ദേഹം കച്ചവടം നടത്തിയിരുന്നത്. ശരിക്കും ഇത് ചുറ്റുവട്ടത്തുള്ള വ്യാപാരികളെ കൃത്യമായ രീതിയിൽ ചോദിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ കട പൂട്ടിപ്പിക്കുകയും ചെയ്തു. ശരിക്കും ആ കട പൂട്ടിപ്പിക്കുന്ന സമയത്ത് അത് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ആ മനുഷ്യന്റെ ദയനീയ അവസ്ഥ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനൊരു ആവശ്യമുള്ള കാര്യം എനിക്കറിയില്ല എന്ന രീതിയിലൊക്കെയുമായിരുന്നു പുള്ളിക്കാരൻ അതിൽ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ദയനീയതയോടുള്ള അദ്ദേഹത്തിന്റെ മുഖം ഇതൊക്കെയും ശരിക്കും ആ നാട്ടുകാരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ഇപ്പുറം നാട്ടുകാർ സംഘടിച്ചെത്തുകയും ശരിക്കും ആ മനുഷ്യനെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കട വീണ്ടും തുറപ്പിക്കുകയും ചെയ്തു. ആരാണ് നിങ്ങളെ കൊണ്ട് പൂട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾ കാണട്ടെ എന്ന രീതിയിലായിരുന്നു നാട്ടുകാരുടെ ഇടപെടൽ. ശരിക്കും ശക്തരായ നാട്ടുകാരാണ്. അവർ ആ സമയത്ത് ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്തു. എന്നാൽ വ്യാപാരികൾ ചെയ്തത് വലിയ തെറ്റായിരുന്നു. ഒരു തമിഴൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും വാറ്റിപ്പിഴപ്പിൻ്റെ ആവശ്യമായിരിക്കും അദ്ദേഹത്തിന് ഇവിടെ ഇതുപോലൊരു വ്യാപാരവുമായി മുമ്പോട്ട് പോവേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്നം മുടക്കുന്ന ഒരു നിലപാടായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത്. അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇങ്ങനെ ഇടപെട്ടത്. എന്നാൽ വ്യാപാരികൾ ചെയ്തത് വലിയ തെറ്റാണോ? അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ രീതിയിലുള്ള വീഴ്ചയാണോ? വ്യാപാര സ്ഥാപനത്തിൽ പല സാധനങ്ങൾക്കും കൃത്യമായ വിലയുണ്ട്. അതിൽ നിന്നും വിഭിന്നമായി പല രീതിയിലും വില കുറച്ചും മറ്റും കച്ചവടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷങ്ങളും 10,000ങ്ങളും വാടക നൽകി അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അത് കൃത്യമായ രീതിയിൽ ബാധിക്കുകയും അവർക്ക് അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും. ഒരാളുടെ കച്ചവടം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് അത് പാരയാവുന്നു എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം വ്യാപാരികൾ ഇതുപോലൊരു സംഭവമായി മുമ്പോട്ട് വന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് മലയാളികൾ തമിഴ്നാട്ടിലും മറ്റു പലയിടങ്ങളിലും ഇതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ശരിക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഇവർ കൂടുതലും ചെയ്യുന്ന ജോലി എന്നത് വ്യാപാരം തന്നെയാണ്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളാണ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്കുള്ളത്. ആ സമയത്ത് ഇതുപോലൊരു സംഭവം തമിഴ്നാട്ടിലെ ഒരു വ്യാപാരിക്ക് കേരളത്തിൽ നിന്നുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് അവരുടെ ഇടയിൽ കൃത്യമായി വൈറലാവുകയോ മറ്റോ ചെയ്താൽ മലയാളികളോട് അതല്ലെങ്കിൽ കേരളക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങളോട് തന്നെ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് വിയോജിപ്പ് തോന്നാൻ കാരണമാവും. അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ തിരിയാൻ ഇതുപോലെ തീർച്ചയായിട്ടും കാരണമുണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ഒരുപാട് മലയാളികളുടെ അന്നം മുടക്കുന്ന കാര്യത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടാവുമ്പോൾ ഏത് നാട്ടുകാരനാണെങ്കിലും സ്വന്തം നാട്ടിൽ വന്ന് ഇതുപോലൊരു കച്ചവടം റൺ ചെയ്യിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് ചുറ്റുവട്ടത്തുമുള്ള വ്യാപാരികൾക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവൻ്റെ ഷോപ്പ് പൂട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് ആവരുത് നിങ്ങൾ നീങ്ങേണ്ടത്. മറിച്ച് അദ്ദേഹത്തെ കൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും അതിനനുസരിച്ച് വ്യാപാരികളുമായി ഒന്നിച്ച് കൃത്യമായ രീതിയിൽ ഒരേ വില നിശ്ചയിച്ച് കച്ചവടം ചെയ്യാനുള്ള അവസരം അവർക്ക് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇതുപോലെ ആളുകൾക്ക് വിയോജിപ്പുണ്ടാകുന്ന രീതിയിൽ ഇതുപോലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏത് നാട്ടുകാരായാലും ഇതേ രീതിയിലായിരിക്കും പ്രതികരിക്കാൻ പോവുക. അത് മൊത്തം വ്യാപാരികളെ ആയിരിക്കും കൃത്യമായി ബാധിക്കാൻ പോവുക. ഇത് വ്യാപാരികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ രണ്ട് ഭാഗത്തും അവർക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായേക്കാം. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഫേസ് ചെയ്യുക പലപ്പോഴും ഇതുപോലുള്ള വഴിയിലായിരിക്കാം. ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാവാം, അതിൽ അദ്ദേഹം വഴങ്ങാൻ തയ്യാറായിട്ടുണ്ടാവില്ല. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വിറ്റോളൂ, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ കച്ചവടം ചെയ്തോളാം എന്ന് ചിലപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെ ആയിരിക്കാം വ്യാപാരികളെ ഇത്രമാത്രം ചിലപ്പോൾ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഒരുത്തൻ്റെ കച്ചവട സ്ഥാപനം പൂട്ടിപ്പിക്കുന്നതിനോട് ഒരിക്കലും ഒരാൾക്കും ഈ കണ്ടു നിൽക്കുന്ന പുറത്തു നിന്നുള്ള ഒരാൾക്കും യോജിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലും സംഭവിച്ചത്.